ജംഗ്ഷന് നേരെ ഒരു പഴയകാല ബിൽഡിങ്. ആദ്യത്തെ ഉണ്ട് ഒരു 70 കാലഘട്ടത്തിലുള്ള മറ്റുമാണ്. 70 അതിലപ്പുറം ഹോട്ടൽ. ഇതിപ്പോൾ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനുണ്ട്. ആ ബിൽഡിംഗ് കണ്ടോ, നല്ല പഴയ ബിൽഡിംഗ് അല്ലേ. നമുക്ക് ലെഫ്റ്റ് പോയാൽ ഫോറസ്റ്റാണെന്ന് പറയാം. റോഡ് വളരെ മോശമാണ്. സർക്കാരിൻ്റെയാണ് തോന്നുന്നത് റബ്ബർ പ്ലാന്റേഷൻ അതൊക്കെ. കാരണം കാടൊക്കെ കയറിയിരിപ്പുണ്ട്. കൃഷിയാണെങ്കിൽ അധികം കാടുണ്ടാവില്ലല്ലോ. ദിവസമൊക്കെ വൃത്തിയായിരിക്കും. പുല്ലാണ് എന്നാലും. റോഡ് വളരെ മോശം. മോശം എന്നല്ല പറയണ്ടത്, റോഡില്ല. പിന്നെ നമ്മൾ സൈക്കിളിന് ഇപ്പം അങ്ങനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ? റോഡില്ല ഇവിടെ. തിരിച്ചു പോയി എനിക്ക് പിടിയില്ല. നമ്മൾ ഈ ഇറക്കമൊക്കെ ഇറങ്ങി ഞങ്ങൾ പോകുന്നുണ്ട്. കുഗ്രാമം കുഴപ്പമില്ല. കുഗ്രാമം അല്ല, ആദ്യത്തെ ഭാഗത്ത് ചിലവഴിക്കും. പക്ഷെ റോഡ് നമുക്ക് എഫക്റ്റീവല്ല. കുണ്ടും കുഴി നല്ല ലോഡുണ്ടേ വണ്ടിയിൽ. അത്യാവശ്യം ലോഡുണ്ട്. ബാക്കിൽ ടയറിന് 2 ചെറിയ ഹോളും 12 പഞ്ചർ പാച്ചും ഉണ്ട്. അതും വെച്ചാൽ കണ്ടത്. പോയി നോക്കാൻ പോയി. ഇവിടെ നിന്നൊരു മനുഷ്യനില്ല കേട്ടോ. ഒന്ന് ചോദിക്കാനോ എന്തെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ ഈ മനുഷ്യനില്ലാത്തൊരു വിദേശരാജ്യത്തൊക്കെ ഉള്ള പോലെ എല്ലാവരും അടക്കാം. ഒരാളെ പോലും പുറത്ത് കാണില്ല. അവർ കിടന്നില്ല. പുള്ളി പോയി. വഴി നിന്ന് അങ്ങോട്ടാ പോയത് ഒരു പിടിയില്ല. ഏതൊരു മണ്ണ് വഴി കൂടിയൊക്കെ പോകാം. എനിക്കത് അവിടെ വെയിറ്റാണ്. വഴി തെറ്റിച്ച് വിട്ടാ നമ്മൾ ചേർന്നോടൊന്നും ചോദിച്ചോ. നല്ല സ്പാർക്സ് നാട്ടിൻ റോഡ്. പാണിയേലിപ്പോൾ അങ്ങോട്ട് പോകണേ. നേരെയാണോ? കുറേ ദൂരമുണ്ടോ? ഞാൻ എടപ്പള്ളി. നേരെ പോയാൽ അല്ലേ? ഓക്കെ, താങ്ക് യു. പാണിയേലി പോയി നോക്കുന്നത്
അപ്പോൾ അവിടെയൊക്കെ കാണാൻ മഴ. ഇവിടെയൊക്കെ കൃഷിപ്രദേശമാണ്. ഇവിടെയൊക്കെ കണ്ടുമായിരുന്നു, എന്തോ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉണങ്ങിപ്പോയി, വെള്ളം കയറി കേടായി. നാട്ടിൻ പ്രദേശമാണ്. ആണെന്ന് പറഞ്ഞാൽ കുഗ്രാമം എന്ന് പറയാമെന്നാണെങ്കിൽ അങ്ങനെ പറയാം. കുഴപ്പമൊന്നുമില്ല, കുഗ്രാമം. അപ്പോൾ അധികം മഴക്കാരൊക്കെ ഉണ്ട്, നോ പ്രോബ്ലം. നമുക്ക് കണ്ടിട്ട് പോകാം. ഇവിടെ ഒരു സ്പായൊക്കെ ഉണ്ട്. നേരെ കാണുന്നത് അതിൻ്റെ കമാനവും ആ ഭാഗത്തേക്കാണ് കേട്ടോ. ഇതിനകത്തേക്ക് സ്പാ. ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡാണ്. കട്ടേങ്കല്ലും അങ്ങനെ സ്പായൊക്കെയാണ്. അവിടെ വരെ എത്തുന്ന കേട്ടോ. വളരെ മോശം റോഡ്. നമുക്ക് തിരിക്കാം അല്ലേ. അതിങ്ങനെ ശരിയാവില്ല. കരിങ്കല്ലങ്ങ് പാകിയിട്ടേക്കാണ്. ബേബി മെറ്റലാണെങ്കിൽ പോട്ടേന്ന് വയ്ക്കാം. ബേബി അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ മെറ്റലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് 2 ഇഞ്ചിൻ്റെ മെറ്റൽ. അപ്പോൾ ഇവിടെ ഈ റോട്ടിൽ കൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നടു ഉളുക്കും. അപ്പോൾ സ്പായിലൊന്ന് കയറി നടുവൊക്കെ ഒന്ന് തിരിഞ്ഞ് വെച്ചും പോകാനൊക്കെ ഇത് നടു ഉളുക്കാത്തൊന്ന് കൊടുക്കാം. പോകണ്ട, ശരിയാക്കാം. ഇവിടെയൊക്കെ ഇതാണ്ട പ്ലാന്റേഷനാണ്. റോഡാണ് നമുക്ക് പറ്റാത്തത്. ഇതിപ്പോൾ വേറെ ആരുമില്ല, കുഞ്ഞമ്മണി ഞാനും മാത്രം കേട്ടോ. കുഞ്ഞിന് ഇത്ര സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കോഴി ഫാം മറ്റു വരുന്നത് നേരെ കാണുന്നത് കോഴി ഫാമാണ്. ഒരു മഴ പിടിച്ചതുപോലെ ചെറുതായിട്ട് മഴ പൊടിയെന്ന്. റോഡ് സൂപ്പറാണ് കേട്ടോ. ഈ റോഡല്ല വരേണ്ടിയിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോവാം, വേറെ ഓർത്തില്ല. സൂപ്പർ റോഡ്. സർക്കാർ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഇട്ടിരിക്കുന്ന റോഡിൻ്റെ അവസ്ഥയാണ്. പിന്നെ മഞ്ഞ് പെയ്യണോ അതോ മഴ പെയ്യണോ എന്താണ്? ഓക്കെ, ഇതിൽ ചവിട്ടി ഇറങ്ങാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. റോഡമ്മാതിരിയാണ്. ഇങ്ങനെ പോവാം. അവിടെ എത്തട്ടെ. ഇതിൽ പോയാലേ എപ്പോൾ വേണമെന്ന് വെച്ചാൽ മതി. അമ്മാതിരി അല്ല. അവിടേക്ക് ഒരു അരുവിയുണ്ട്. അരുവിയല്ല കേട്ടോ, ഒരു പുഴ തന്നെയാണ്. പണിയലി പോരെന്ന് പറഞ്ഞ സ്ഥലമാണെന്നാണ്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഒരു ഇന്ന് കാണുന്നൊന്നുമില്ല. വേറെ റോഡ് അവിടെ ഉണ്ടായിരിക്കുകയാണ്. എന്താ നോക്കാം, അവിടെ ചെന്നിട്ട് നമുക്ക് എൻ്റെ തീരത്ത് പോയി നിൽക്കാമല്ലേ. റോഡ് വളരെ മോശമായിട്ട് എന്തോ വീടുണ്ട് തുള്ളി തുള്ളിയായിട്ട്. മഴ പൊടിഞ്ഞാണോന്ന് അറിയില്ല. മഴേ പൊടിയൊന്നും പറയില്ല. ഏതാ അപ്പുറത്തൊരു മല കാണാം കേട്ടോ. അപ്പുറത്തേക്കൊരു മലയും കാണാം. ഇവിടെ ഒരു പുഴ പോലെ സാധനം വരുന്നുണ്ട്. എനിക്കിത് ഓഫ് റോഡ് പോകാൻ പറ്റിയ വാഹനമല്ല. നമ്മളെ വെയിറ്റും എല്ലാം കൂടി ആകുമ്പോൾ ശരിയാവില്ല. അപ്പോൾ ഒരു കഴിഞ്ഞ് നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. അല്ലല്ലേ, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു കാട്ടരുവിയുടെ തീരത്താണ്. അതാണ് പാണിയേലി എന്ന് പറയുന്നത്. പാണിയേലി ഇവിടെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. മറ്റേ വൈദ്യുതി ഏരി. അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനായിരിക്കുള്ളൂ ആളുകളെ. കാര്യമാനത്ത് ചുഴി ഉണ്ടാവും. നമുക്കിത് അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് ആ ഭാഗത്തേക്ക്. അതൊന്ന് പോയി നോക്കാം എന്താണെന്നറിയാലോ.
റോഡ് വളരെ മോശം. ഇത് പാണിയേരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ പാണിയേരി എന്ന് പറഞ്ഞാൽ. അവിടേക്കുള്ള റോഡ് എന്താ ഇങ്ങനെ ഇതല്ലേ വെറുതെ എഴുതി വെച്ചാണ്. അതെ, എങ്ങോട്ടാ പോകണമെന്നൊന്നും അറിയില്ല കേട്ടോ. അതെല്ലാം കൂടെ പോകുന്നത് സൂപ്പർ വഴി. വെറുതെ ഒരു മനുഷ്യനെ വഴിക്ക് വരാത്തത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ കുടിയൊക്കെ ചേർന്ന് ടിക്കറ്റ് ഉണ്ടാവും കേട്ടോ. ഓഫ് റോഡ് വന്ന് എൻ്റെ ടിക്കറ്റും കൂടി ചേർക്കും എന്നറിയില്ല. ഭക്ഷണം വെള്ളമൊന്നും കഴിച്ചിട്ടില്ല. കല്ലൊക്കെ ഒളിച്ചിരിക്കണം അതിൻ്റെ അകത്ത് ചെറുക്കുള്ളിൽ. ഇപ്പം എങ്ങടാ പോണേന്നൊരു പിടിയില്ല. അവിടം വരെ ഉള്ളൂന്നറിയില്ല. ആ ഭാഗത്തേക്കൊക്കെ ചെറിയ ചെറിയ മലകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ചിത്രശലഭങ്ങൾ ഇഷ്ടം പോലെ വാരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ടില്ലെന്നോ കേട്ടോ. ഇനി എന്താണെന്ന് മനസ്സിലാവണില്ല. ഇവിടം വരെയൊക്കെ ഉള്ളൂ. പിന്നെ അപ്പുറത്തേക്ക് പശുക്കൾ മേഞ്ഞിറങ്ങുന്നു. എന്താ ഇവിടെ ഒരു തോട് കിടന്ന ആൾക്കാർ അങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ ചെറിയൊരു തോടും ഒരു കനാലൊക്കെ ഉണ്ട്. വേണ്ട അവിടെ ഇഷ്ടംപോലെ പശുക്കളും മേഞ്ഞിപ്പുണ്ട്. അവർക്ക് ഷോക്ക് അടിക്കൂലേ, വെറുതെ അടിച്ചടിക്കുമല്ലേ. അപ്പോൾ ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ആ എളുപ്പം തോന്നേ. ഇപ്പോൾ സമയമായിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ വഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഓക്കെ, തണൽ നോക്കിയിട്ടെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം.